കാലവർഷത്തിന്റെ തുടക്കത്തിൽ മഴ ലഭിച്ചതോടെ കൃഷി ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്ലാത്തൂരിലെ പാടശേഖര സമിതികളും കൂട്ടായ്മകളും. വർഷങ്ങളായി തരിശായി കിടന്ന ബ്ലാത്തൂർ വയലിൽ പ്രകൃതി കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കും. മലയോരത്തിന്റെ നെല്ലറയായിരുന്നു പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 100 ഏക്കറോളം വരുന്ന ബ്ലാത്തൂർ പാടശേഖരം. നെൽകൃഷിയും പച്ചക്കറികളും മറ്റും മത്സരിച്ച് വിളവെടുത്ത കാലം തിരിച്ചുപിടിക്കാനാണ് കർഷകർ ചേർന്ന് പ്രകൃതി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ തവണത്തെ പോലെ 12 ഏക്കറിൽ നെൽകൃഷി ചെയ്യാനാണ് തീരുമാനം. കിഴക്കേക്കര, വടക്കേക്കര, പടിഞ്ഞാറേക്കര പാടശേഖര സമിതികളാണ് ബ്ലാത്തൂർ വയലിൽ കൃഷിയിൽ സജീവമായിരുന്നത്. അന്നും ഇന്നും കർഷകരെ അലട്ടുന്നത് കാട്ടുപന്നി ശല്യവും കിളികളുടെ ശല്യവുമാണ്. നമ്മൾ പ്രകൃതി കൃഷി കൂട്ടായ്മകൾ വളരെ ഉത്സാഹത്തോടുകൂടിയാണ് കൃഷി നടത്തിയത്. പന്നീന്റെയും കിളീന്റെയും ശല്യം കൂടെ നമുക്ക് വളരെ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാലും നല്ല ഒത്തൊരുമയോടുകൂടിയാണ് ഇത് തുടങ്ങിയത്. ഒരു 10 ഏക്കറോളം നടത്തി. ഇനിയും വരും വർഷങ്ങളിൽ നമ്മൾ ഇത് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 10-12 ഏക്കറോളം സ്ഥലത്ത് തരിശ സ്ഥലമായിരുന്നു. ഒരു 4 വർഷമായിട്ട് പണിയെടുക്കാത്ത സ്ഥലമാണ്. ഞങ്ങളെല്ലാം കൂടി ചെയ്തു. അപ്പോൾ ഒരു മോശമില്ലാത്ത രീതിയിലുള്ള വിളവ് കിട്ടി. ഗവൺമെൻറ് തലത്തിൽ ചെറിയ പറഞ്ഞ ആനുകൂല്യമൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വർഷവും ഞങ്ങൾ അത് തുടരാൻ തന്നെ തീരുമാനിച്ചു. നഷ്ടമൊന്നും കണക്കിലെടുക്കാതെ എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഉള്ളത്. ബ്ലാത്തൂർ വയലിൽ സ്ഥിരം കൃഷിയൊരുക്കാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. വേനൽക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഏറെയുണ്ടെങ്കിലും കാട്ടുപന്നികളുടെ ശല്യം കാരണം ആരും മുന്നോട്ട് വരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രകൃതി കൃഷി കൂട്ടായ്മയ്ക്കൊപ്പം മറ്റ് കർഷക ഗ്രൂപ്പുകളും നെൽകൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.